ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽ എം തിങ്. ഇന്ന് നമ്മൾ പാർട്ട് 5 റിവിഷൻ ആണ് ചെയ്യുന്നത്, അതായത് ട്രിഗ്നോമെട്രി, ത്രികോണമിതി. ഒന്നാമത്തെ ചോദ്യം: എ ബോയ് ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ കനാൽ, സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ at the other edge at an elevation of 60 degree. Stepping 10 meter back, sees the tree at an elevation of 30 degree. The boy is 1.5 meter tall. Draw a rough figure, calculate the width of the canal and the height of the tree. ചോദ്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതായത് എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? ഒരു തോടിനരികത്ത് നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. 10 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 30 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ ആണ്. എന്നാൽ ഏകദേശ ചിത്രം വരയ്ക്കുക. തോടിൻ്റെ വീതിയും മരത്തിൻ്റെ ഉയരവും കണക്കാക്കുക. 2023 വന്ന ചോദ്യമാണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് ചിത്രം വരയ്ക്കാം. ചിത്രം വരയ്ക്കണമെങ്കിൽ ഈ ചോദ്യം വായിക്കണം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് ചിത്രം വരയ്ക്കാം. ചിത്രത്തിൽ ഇവിടെ ചോദ്യത്തിൽ കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉയരം കൂടി നമുക്ക് കാണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കുട്ടിക്ക് 1.5 മീറ്റർ ടോളെന്ന് പറയുന്നുണ്ട്. ഡ്രോ എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ കനാൽ. ബോയ് ഈസ് 1.5 മീറ്റർ. Boy standing at the top of at the edge of a canal sees the top of a tree. തോടിന് അരികിൽ നിന്നാണ് നോക്കുന്നത്. കണ്ടത് തറനിരപ്പ്. The tree, top of a tree at an elevation of 60 degree. അപ്പം സ്ട്രെയിറ്റ് വ്യൂ ഇവിടെ നിന്നാണ് മേലോട്ട് നോക്കുന്നത്. at an angle of elevation of 60 degree. സ്റ്റെപ്പിംഗ് 10 മീറ്റർ ബാക്ക്, 10 മീറ്റർ പുറകോട്ട് മാറി. അപ്പോഴും കുട്ടിയുടെ ഹൈറ്റ് നമുക്ക് എടുക്കണം, 1.5 മീറ്റർ. ഹി സീസ് ദ ട്രീ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 30 ഡിഗ്രി. സ്ട്രെയിറ്റ് വ്യൂ, പിന്നെ ട്രീയിലോട്ട് നോക്കി. എലിവേഷൻ ഓഫ് 30 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. 10 മീറ്റർ ബാക്ക് ഹി സീസ് ദ ട്രീ അറ്റ് ആൻ എലിവേഷൻ 30. ദ ബോയ് ഈസ് 1.5 മീറ്റർ ടോൾ. ഇതാണ് ചിത്രം. ഈ ചിത്രം വരയ്ക്കുന്നതിന് 1 മാർക്കുണ്ട്. നമുക്ക് അടയാളപ്പെടുത്താം. എ, ഇവിടെ ബി കൊടുക്കാം, സി, ഡി, ഇ, എഫ്, ജി, എല്ലാ പോയിന്റിനും പേര് കൊടുത്തു. ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിഡ്ത്ത് ഓഫ് ദ കനാൽ ആൻഡ് ഹൈറ്റ് ഓഫ് ദ ട്രീ. ഇവിടെ കനാൽ ഏതാണ്? ഇതല്ലേ കനാൽ എന്ന് പറയുന്നത് അല്ലേ? ദിസ് ഈസ് കനാൽ, ഡി സി ഈസ് കനാൽ, എ സി ഈസ് ദ ട്രീ. ഓക്കെ, മനസ്സിലായോ? എ സി ട്രീയും എന്താണ് ഡി സി കനാലുമാണ്. അപ്പോൾ ബി സി എത്രയായിരിക്കും? 1.5 ആയിരിക്കത്തില്ലേ? നോക്കേ, ഡി, ജി, എഫ്, ദീസ് ആർ ഓൾ ഈക്വൽ 1.5. അപ്പോൾ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? എ ബി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 1.5 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ സി കിട്ടും അല്ലേ? പക്ഷേ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ എന്താണ് ഇ ബി അറിഞ്ഞിരിക്കണം അല്ലേ? ഇ ബി ഉണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ ഒരു ലെങ്ത് ഉണ്ടല്ലേ, ഡി എഫ് 10 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആലോചിച്ച് നോക്കിക്കേ, എങ്ങനെ കണ്ടെത്താം? ഇവിടെ നോക്കിക്കേ, 60 ആകുമ്പോൾ ഇവിടെ എത്ര വരും? 120. 120 + 30 150. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 30 ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? ഇവിടെ 10 ആകുമ്പോൾ ഇവിടെയും 10. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 10 ആയിരിക്കും. അപ്പം നമുക്ക് എഴുതാം G ഈസ് ഈക്വൽ ടു 10. Therefore A ഈസ് ഓൾസോ 10. എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓൾസോ ഈക്വൽ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടി? 10 കിട്ടി. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ എടുത്ത് കണ്ടുപിടിച്ചൂടെ? എന്ത് കണ്ടുപിടിക്കാം? എ ബി കണ്ടുപിടിച്ചൂടെ? ഇൻ ട്രയാങ്കിൾ, അല്ലെങ്കിൽ 30 60 90 ആയാലോ? അങ്ങനെയും ചെയ്യാം. ഇവിടെ നോക്കിക്കേ, 60 90 ഇതെന്തായിരിക്കും?
30 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇൻ ട്രയാങ്കിൾ ABE 30, 60, 90 ആയതുകൊണ്ട് ആ റേഷ്യോ എടുത്ത് നമുക്ക് ചെയ്യാം. 30യുടെ ഓപ്പോസിറ്റ് ബി സൈഡ് ആദ്യം എഴുതാം. 60യുടെ ഓപ്പോസിറ്റ് AB, 90യുടെ ഓപ്പോസിറ്റ് A. ഇതിൽ നമുക്ക് ഏതൊക്കെ അറിയാം? A അറിയാം അല്ലേ? 10. AB അറിയോ? ഇല്ല. B അറിയാവോ? B അറിയത്തില്ല. അറിയാവോ? ഇല്ല. അപ്പം അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. A 10 ആകുമ്പോൾ 30 ഡിഗ്രി ആംഗിൾ എപ്പോഴും അതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇതെത്ര കിട്ടും? 5. അപ്പോൾ ഇതെത്ര ആയിരിക്കും? 5√3. ഇവിടെ എത്ര? 10. നമുക്കിപ്പോൾ എല്ലാം കിട്ടിയില്ലേ? ഇനി നമുക്ക് വാല്യൂസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ AB നമുക്ക് എത്ര കിട്ടി? 5√3. അപ്പോൾ 5√3 എന്ന് പറയുമ്പോൾ √3യുടെ വാല്യൂ കൊടുത്ത് 1.5 ആഡ് ചെയ്യുക. ട്രീ height of the tree equals AB plus BC equals 5√3 plus 1.5. ഇതാണ് നമ്മുടെ മരത്തിൻ്റെ ഹൈറ്റ്. അത് √3യുടെ വാല്യൂ ഇട്ട് 1.5ൻ്റെ ഇവിടെ ആഡ് ചെയ്ത് ഫൈനൽ ആൻസർ നമുക്ക് എഴുതാൻ കഴിയും. പിന്നെന്താണ് ചോദിച്ചിരിക്കുന്നത്? വിഡ്ത്ത് ഓഫ് ദ കനാൽ, കനാലിൻ്റെ ഹൈറ്റ്. അപ്പം ബി നമുക്ക് 5 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഡി സിയും 5 ആയിരിക്കും. സിൻസ് ബി ഈസ് ഈക്വൽ ടു 5, ഡി സി ഈസ് ഓൾസോ 5. Therefore, width of the canal equals, ഇവിടെ എത്ര? 10 അല്ലേ വന്നിരിക്കുന്നത്? width of the canal. രണ്ടാമത്തെ ചോദ്യം, എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ ഫുട്ട് ഓഫ് എ ടവർ സീസ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 20 meters away at an angle of elevation of 60 degree. Climbing to the top of the tower, he sees it at an elevation of 45 degree. Draw a rough figure. What is the height of the building? Calculate the height of the tower. Take √3 equals 1.73. ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ അകലെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അത് 45 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. ഈ മേൽപ്പറഞ്ഞ വസ്തുതകൾ ചേർത്ത് ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. കെട്ടിടത്തിൻ്റെ ഉയരം എത്ര? ഗോപുരത്തിൻ്റെ ഉയരം കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ഈ ചോദ്യം വായിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ, ചോദ്യം വായിച്ചല്ലോ. ഓക്കെ, തന്നിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് നമുക്കൊരു പടം വരയ്ക്കാം. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ ഫുട്ട് ഓഫ് എ ടവർ, ടവറിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ, ടവറിൻ്റെ ചുവട്ടിൽ. സീസ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്, 20 മീറ്റർ അവേ, 20 മീറ്റർ അകലെയുള്ള ബിൽഡിങ്ങിനെ at an elevation of 60 ഡിഗ്രി. ഇതാണ് നമ്മുടെ ടവർ. ഈ ടവറിനാണോ ബിൽഡിങ്ങിനാണോ ഹൈറ്റ് കൂടുതലെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചോദ്യത്തിൽ എലിവേഷൻ ആണോ ഡിപ്രഷൻ ആണോ എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ചിത്രം എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയും. പിന്നെ അയാൾ ടവറിൻ്റെ മുകളിൽ നിന്ന് മുകളിലോട്ട് പോകുക. അപ്പോൾ എന്തായാലും ടവറിനാണ് ഹൈറ്റ് കുറവ്, ബിൽഡിങ്ങിനാണ് ഹൈറ്റ് കൂടുതൽ. അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞില്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്ര? 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് കണ്ട ചിത്രം വരച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ്? പെൻസിലിനാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, ഹൈറ്റ് ഓഫ് ദ ടവർ. ഇവിടെ നോക്കിക്കേ, ഇത് 90 അല്ലേ? അപ്പോൾ ഇത് എത്ര? 30. നമുക്ക് ഇതിനൊക്കെ പേര് കൊടുക്കാം. A, B, C, D, E. അപ്പം ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ ACD നോക്കിക്കേ, 30, 60 അല്ലേ? 30, 60,
90. 30യുടെ ഓപ്പോസിറ്റ് എത്ര? സി ഡി. തെറ്റാതിരിക്കാനാണ് ഞാനിത് എഴുതുന്നത് കേട്ടോ. എന്താണ് 90ൻ്റെ 60യുടെ ഓപ്പോസിറ്റ് ഏതാണ്? എ സി. 90യുടെ ഓപ്പോസിറ്റ് ഏതാണ്? എ ഡി. അപ്പം സി ഡി നമുക്കറിയാം 20. എ സി അറിയോ? ഇല്ല. എ ഡിയോ? അറിയത്തില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 30, 60, 90 ട്രയാങ്കിൾ റേഷ്യോ ദ സൈഡ്സ് 1:√3:2. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഇത് 2. അപ്പോൾ ഇത് 20 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 40 ആയിരിക്കും അല്ലേ? 40. അപ്പോൾ ഇത് എത്രയായിരിക്കും? 1√3. അപ്പോൾ 20√3. 20 × √3 20√3. ഇപ്പോൾ എല്ലാത്തിൻ്റെയും വാല്യൂസ് കിട്ടിയില്ലേ? കിട്ടി. ഈ √3യുടെ വാല്യൂ ഇതിൻ്റെ അകത്ത് ഇടണമെന്നാണ് പറയുന്നത്. അവസാനം നമുക്കിടാം. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ നോക്കിക്കേ. ഇൻ ട്രയാങ്കിൾ എ ബി ഇത് 45 ആണ്. ഇതിപ്പോൾ 45 ഇതെത്ര? ഇത് 90 അല്ലേ? അപ്പോൾ ഇതെത്ര? 45. 45 90 ട്രയാങ്കിൾ. 45 45 90. റേഷ്യോ ഓഫ് ദ സൈഡ്സ് 1:√2. അപ്പോൾ ഇവിടെ സൈഡ് ഏതൊക്കെയാണ്? ബിയും ബി ഈസ് ടു അടുത്തേതാ? എ ബി ഈസ് ടു എ. ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായി വരുന്നത്. അപ്പം സി ഡി 20 ആയതുകൊണ്ട് എന്തായിരിക്കും? ബി എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ എ ബി എത്രയായിരിക്കും? 20 ആയിരിക്കും. ഇവിടെ എ ഇ എത്രയായിരിക്കും? 1:1:√2. 20√2. ഇപ്പം വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഇനി ആൻസർ അങ്ങോട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. ഇനി ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാണാൻ എ ബി പ്ലസ് ഡി സി. എ ബി പ്ലസ് ബി സി. ബി സി ആണെങ്കിൽ എന്താ അറിയണം? ഡി അറിയണം. ഡി ആണ്. ഡി നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നോക്കിക്കേ, ഡി എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഡി നോക്കിക്കേ, ഡി ഉണ്ടോ? ഇവിടെ നോക്കിക്കേ, നമുക്ക് ഡി കണ്ടുപിടിക്കണമെങ്കിൽ ഡി ഏതിന് ഈക്വലാണ്? ബി സിക്ക് ഈക്വലാണ്. ഈ ബി സി എന്ന് പറയുന്ന എ സിയിൽ നിന്ന് എ ബി കുറച്ചാൽ പോരെ? മതി. എ സി മൈനസ് എ ബി. എ സി എത്ര? 20√3 മൈനസ് എ ബി എത്ര? 20. പുറത്തോട്ട് എഴുതാം, താഴോട്ട് എഴുതാം. 20√3 മൈനസ് 20. ടേക്ക് 20 കോമൺ ഫാക്ടർ. √3 മൈനസ് 1. √3യുടെ വാല്യൂ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. 1.73 ഈക്വൽസ് 20 × 1.73 മൈനസ് 1. 1.73 മൈനസ് 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 0.73. 20 × 0.73 എത്ര കിട്ടും? 3 2 6 7 2 14. എത്ര? ഒരു പ്ലേസ് മാറ്റണം. ഇപ്പോൾ എത്ര കിട്ടി? 14.6 മീറ്റർ എന്ന് കിട്ടി. ശരിയല്ലേ? ഇവിടെ ഒരു 0 കൂടെ വരുമായിരുന്നു. ആ 0 പോയ 2 പ്ലേസ്. അപ്പോൾ നമുക്ക് ഏതാ കിട്ടിയത്? ബി സി, അതായത് ഡി കിട്ടി അല്ലേ? അപ്പോൾ ഡി എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ടവർ. ഹൈറ്റ് ഓഫ് ദ ടവർ ഈക്വൽസ് 14.6 മീറ്റർ. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് നമുക്ക് നേരത്തെ കിട്ടി. എ സി കിട്ടിയായിരുന്നു. എത്ര? 20√3. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈക്വൽസ് 20√3. √3യുടെ വാല്യൂ എണ്ണാം. ഈക്വൽസ് 20 × 1.73. എത്ര കിട്ടും? ഇതേ കാണുമോ? ഇല്ല. ഇതങ്ങ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തങ്ങ് എഴുതിയത് കേട്ടോ. 20 × 1.73. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്താണ് അവിടെ എല്ലാം വായിക്കണം.
ഓക്കെ, എല്ലാത്തിൻ്റെ ആൻസറായി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, എ ബോയ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു ബിൽഡിങ്സ് ഓഫ് ഈക്വൽ ഹൈറ്റ്. The boy and the buildings are in a straight line. He sees the top of those buildings at an elevations of 45 degree and 35 degree. The nearest building is 20 meters away from him. Draw a rough figure, find the height of the buildings and the distance between the buildings. ഒരേ ഉയരമുള്ള രണ്ട് കെട്ടിടങ്ങൾക്കിടയിൽ ഒരു കുട്ടി നിൽക്കുന്നു. കെട്ടിടങ്ങളുടെയും കുട്ടിയുടെയും ഒരേ വരയിലാവുന്ന തരത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നും കെട്ടിടങ്ങളുടെ മുകൾ ഭാഗങ്ങൾ അവൻ 45 ഡിഗ്രി 30 ഡിഗ്രി മേൽക്കോണിൽ ആണ് കാണുന്നത്. അടുത്തുള്ള കെട്ടിടത്തിൽ നിന്ന് അവൻ്റെ ദൂരം 20 മീറ്റർ ആകുന്നു. ഏകദേശ ചിത്രം വരയ്ക്കുക, കെട്ടിടത്തിൻ്റെ ഉയരം കണ്ടെത്തുക, കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കുക. ഇപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഈ ചോദ്യം വായിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് ചിത്രം വരയ്ക്കാം. രണ്ട് ബിൽഡിംഗ് ആണ്, ഒരേ ഹൈറ്റുള്ള രണ്ട് ബിൽഡിങ് നോക്കിക്കേ. അപ്പോൾ ഒരേ ഹൈറ്റുള്ള രണ്ട് ബിൽഡിങ് എ ബിയും സി ഡി എന്ന് പറയാം. രണ്ട് ബിൽഡിങ് ഒരേ ഹൈറ്റ്. കുട്ടി ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. ഒരെണ്ണം 45 ഡിഗ്രി മേൽക്കോണിലും മറ്റേത് 30 ഡിഗ്രി മേൽക്കോണിലും കാണുന്നു. ഇവിടെ 30, ഈ അകലം 20. ഇവിടെ ഒരു പേര് കൊടുക്കാം, ഈ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ട്രയാങ്കിൾ. ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾക്കെല്ലാം പടം നിർബന്ധമായിട്ട് വരച്ചിരിക്കണം. പടത്തിന് 1 മാർക്ക് പ്രത്യേകം തന്നെ ഉണ്ട്. പടം മാത്രം വരച്ചു വെച്ചാൽ മതി, 1 മാർക്ക് കിട്ടിയിരിക്കും. അപ്പം 45 45 90 ട്രയാങ്കിളാണ് അല്ലേ? അപ്പോൾ ഇവിടെ 90, ഇവിടെ 45, ഇവിടെ 20 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ എ ബി ഈക്വൽസ് 20. അപ്പം സി ഡി എന്തായിരിക്കും? 20 ആയിരിക്കും. ഒരേ ഹൈറ്റുള്ള ബിൽഡിങ്. ഇനി സി ഡി, അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ട് കിട്ടി, ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഈക്വൽസ് 20 മീറ്റർ. ഇനി രണ്ടാമത്തത് എ സി ആണ് കണ്ടുപിടിക്കുന്നത്. അതിന് നമുക്ക് ഇ സി കൂടി അറിയണം. അത് അടുത്ത ട്രയാങ്കിൾ എടുത്താൽ മതി. സി ഡി ഇ. ഇവിടെ 30 60 90 ആണ് അല്ലേ? 30 60 90 1:√3:2. 30യുടെ ഓപ്പോസിറ്റ് 20. അപ്പോൾ ഇതാണെങ്കിൽ ഡബിൾ ആയിരിക്കും അല്ലേ? 40. ഇതെത്ര? 20√3. അപ്പോൾ നമുക്ക് ഇതെന്താ കിട്ടി? 60യുടെ ഓപ്പോസിറ്റ് ഇവിടെ 20√3 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ ആയില്ലേ? എ സി ഈക്വൽസ് എ ഇ പ്ലസ് ഇ സി ഈക്വൽസ് 20 പ്ലസ് 20√3 ഈക്വൽസ് 20 പ്ലസ് 20 ഇൻറ്റു 1.73 ഈക്വൽസ് 20 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 34.6 കിട്ടും. ആഡ് ചെയ്യുമ്പോൾ 54.6 മീറ്റർ. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിങ്സ് എത്ര കിട്ടും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിങ്സ് ഈക്വൽസ് 54.6 മീറ്റർ. ഓക്കെ, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എങ്കിൽ